ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് മാത്രമല്ല, കോഴിക്കോട്ട് എന്നിട്ട് വയനാട്ടിലേക്ക് ഒരു യാത്രയുണ്ട്. അവിടെ ഫേമസ് ആയിട്ടൊരു ഉണ്ണിയപ്പക്കടയുണ്ട്. നമ്മുടെ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന ആ സമീപമാണ് ഈ ഉണ്ണിയപ്പക്കട. അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് തിരിച്ച് കോഴിക്കോടൊക്കെ വന്ന് മുട്ടായിത്തെരുവും പിന്നെ പാരഗണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയും പിന്നെ ഹൽവയും പിന്നെ അങ്ങനെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നെൻ്റെ യാത്രയ്ക്കൊപ്പം നമ്മൾ പരുന്തുംപാറയിലും വാഗമണ്ണും ഒക്കെ പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് അഖിലാണുള്ളത്. ദൂരം അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ KSRTC വഴി ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ടിക്കറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് 260 രൂപയാണ് വരുന്നത്. ഇതാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്. പെരിക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ്. അപ്പോൾ കോഴിക്കോട് വഴിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഏകദേശം തിരുവല്ലയിൽ നിന്നും കോഴിക്കോട് എത്താനായിട്ട് 8-8.5 മണിക്കൂറാണ് അവർ പറയുന്നത്. 9:20 KSRTC സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്ത സമയം തൊട്ടേ ഏകദേശം നല്ല മഴയാണ്. അങ്ങനെ ഇപ്പോൾ കോട്ടയത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ കൂത്താട്ടുകുളത്താണ് ഇപ്പോൾ ബസ് നിർത്തിയേക്കുന്നത്. ഇവിടെ ആയപ്പോഴത്തേക്കും നമുക്ക് ആഹാരം കഴിക്കാനുള്ളവർക്കൊക്കെ ഒരു സമയമായിരുന്നു. അങ്ങനെ ഒരു 8-8.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. കൃത്യം പറഞ്ഞാൽ 5 മണിക്ക് തന്നെ ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ. സമയം നോക്കിയപ്പോൾ കൃത്യം 5 മണി തന്നെ ആയിരുന്നു. ബസ് ഇറങ്ങി ആദ്യം തന്നെ KSRTC സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള ഒരു ചായക്കടയിൽ കയറി ചായയും പിന്നെ ഒരു സമൂസയൊക്കെ കഴിച്ച് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ഒരു റൂം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അധികം റേറ്റ് ഒന്നും ആവാത്ത ഒരു 1000-ന് താഴെ നിൽക്കുന്ന ഒരു റൂം വേണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. എന്തായാലും ഭാഗ്യം പോലെ തന്നെ KSRTCക്ക് ഓപ്പോസിറ്റ് തന്നെയുള്ള ഒരു ലോഡ്ജിൽ ഞങ്ങൾക്ക് റൂം കിട്ടി. ഈ നേരെ കാണുന്ന പാരഡൈസ് ടൂറിസ്റ്റ് ഹോമിലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. ₹800 പെർ ഡേ നമുക്ക് ഈ റൂമിന് കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത സൗകര്യം എന്ന് പറയാം. ബാത്റൂമൊന്നും വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ATMിലോട്ട് പോയി കുറച്ച് കാശ് എടുത്തു. കാരണം ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ കയ്യിൽ ക്യാഷ് വേണം. ഞങ്ങൾ മാനന്തവാടിയിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് നിന്ന് മാനന്തവാടിയിലേക്ക് ബസ്സുണ്ട്. അവിടെ നിന്ന് നമ്മൾ തിരുനെല്ലി, അതായത് തെറ്റ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഉണ്ണിയപ്പക്കട ഇരിക്കുന്നത്. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയിൽ നമ്മുടെ കയ്യിൽ കാശ് വേണം. കാരണം ഫുഡൊന്നും അവിടെ എനിക്ക് തോന്നുന്നില്ല ഗൂഗിൾ പേ കാര്യങ്ങളൊന്നുമില്ല. അവിടെ റേഞ്ച് ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ കാശ് വേണം. ഇതാണ് കോഴിക്കോട് നിന്ന് മാനന്തവാടിക്കുള്ള KSRTC ബസ്. ഒരാൾക്ക് 120 രൂപയാണ് അവിടെ വരെയുള്ള ചാർജ്.
അങ്ങനെ രാവിലെ 6:40 ആരംഭിച്ച യാത്ര ഏകദേശം 9:20 മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് തിരുനെല്ലിക്ക് പോകുന്ന ബസ്സിലേക്കാണ് നമ്മൾ കയറേണ്ടത്. എന്തായാലും സ്റ്റാൻഡിൽ തന്നെ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ബോർഡിൽ തിരുനെല്ലി എന്നൊക്കെ എഴുതിയത് കൊണ്ട് തന്നെ അതാണെന്ന് ഞങ്ങൾ കരുതി. എന്നാൽ ഞങ്ങൾക്ക് തെറ്റി. തിരുനെല്ലി അമ്പലത്തിൽ പോകുന്ന വണ്ടിയാണെങ്കിലും നമ്മൾ പറയുന്ന ഉണ്ണിയപ്പക്കട, അതായത് തെറ്റ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വഴിയല്ല ഈ ബസ് പോകണേ. ഇത് വേറെ ഏതോ വഴി ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്നതാണ്. നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കുട്ട എന്ന് എഴുതിയ ഈ ബസ്സിലേക്കാണ് പോകേണ്ടത്. ഈ കുട്ട എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കർണാടക സ്റ്റേറ്റിലാണ്. അതായത് കൊടക് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഗ്രാമപ്രദേശമാണ് കുട്ട. ഈ കാണുന്ന ടൗണാണ് കാട്ടിക്കുളം എന്ന് പറയുന്നത്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കൂടാണ് കാട്ടിക്കുളം. ഈ കാട്ടിക്കുളത്തിൻ്റെ മറ്റൊരു പേരാണ് കാർത്തികുളം എന്ന് പറയുന്നത്. ഈ കാർത്തികുളം മൈസൂര്, കൂർഗ് എന്നീ സ്ഥലങ്ങളിലേക്കുള്ള കണക്ഷൻ പോയിന്റ് കൂടാണ്. അതുപോലെ തന്നെ ബാവലി, തിരുനെല്ലി ക്ഷേത്രം, കുർവാദ്വീപ് ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഒരു കണക്ഷൻ പോയിന്റ് കൂടിയാണ് ഈ കാട്ടിക്കുളം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല വനത്തിനുള്ളിലൂടെയാണ്. അതുകൊണ്ട് മൃഗങ്ങളെയൊക്കെ കാണാനുള്ള വളരെയധികം ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് ആനകളെയൊക്കെ കാണാൻ വലിയ പാടാണ്. വേനലായിരുന്നെങ്കിൽ നമുക്ക് ഈ റോഡ് സൈഡിലൊക്കെ മൃഗങ്ങളെയൊക്കെ ഒരുപാട് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ തെറ്റ് റോഡെന്ന് പറയുന്ന ഉണ്ണിയപ്പക്കട സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല തിരക്കാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ന് ഞായറാഴ്ചയാണ്. അമ്പലത്തിൽ പോയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് താമസിച്ചു. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കിട്ടുമോ ഇല്ലെന്നുള്ള കാര്യം വളരെ സംശയമായിരുന്നു. അപ്പോൾ സംശയിച്ച പോലെ തന്നെ ഫുഡൊക്കെ ഏകദേശം തീരാറായി. ഞങ്ങളായിരുന്നു ലാസ്റ്റിലത്തെ ആൾ. ഞങ്ങൾക്ക് 3 ഇഡ്ഡലിയേ കിട്ടിയുള്ളൂ. പിന്നെ ഉണ്ണിയപ്പം ഉള്ളതുകൊണ്ട് ബാക്കി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഉണ്ണിയപ്പത്തിൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ടേസ്റ്റാണ്. ആ ഉണ്ണിയപ്പത്തിൻ്റെ വലിപ്പം തന്നെ കണ്ടില്ലേ? അത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും. ഉണ്ണിയപ്പത്തിന് 7ഉം ഇഡലിക്ക് 9ഉം ഇവിടുത്തെ റേറ്റ്. നമുക്ക് ഉണ്ണിയപ്പം അവിടെ നിന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റിൽ 4 എണ്ണമാണ് അവർ തരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ, പോകാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ ഒരു 10 മിനിറ്റോളം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. അങ്ങനെ അവിടുന്ന് സമയം ഒട്ടും കളയാതെ തന്നെ വണ്ടി കയറി മാനന്തവാടി വന്നു. മാനന്തവാടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കോഴിക്കോട് വന്നിട്ട് ഒന്നും കണ്ടില്ല. അപ്പോൾ ഇനി അവിടെ എത്ര മണിക്ക് എത്തും എന്നുള്ളൊരു ഭയങ്കര ഒരു സംശയമായിരുന്നു. അപ്പോൾ ഞങ്ങളെന്തായാലും പെട്ടെന്ന് തന്നെ ബസ്സിനകത്ത് ടിക്കറ്റ് എടുത്ത് കയറി. ഓരോ എടുക്കാറായപ്പോഴത്തേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞിരുന്നു. നമ്മൾ വയനാട്ടിലേക്ക് കയറി വന്നതിനേക്കാൾ കൂടുതൽ അടിപൊളിയായിരിക്കുന്നതേ ഇറങ്ങിയ സമയത്തുള്ള ഈ കാഴ്ചകൾ. അങ്ങനെ നല്ലൊരു സമയമെടുത്ത യാത്രയ്ക്ക് ശേഷം കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് വന്നിട്ട് ഞങ്ങൾ റൂമിലേക്ക് കയറിയില്ല. കാരണം 3:30 ആയിരിക്കും. ഞങ്ങളൊന്നും കഴിച്ചിട്ടുമില്ല. അപ്പോൾ നേരെ ഞങ്ങൾ പാരഗണിലേക്ക് പോകാമെന്ന് വെച്ചു. ഇതേ ആ കാണുന്ന മരത്തിൻ്റെ പുറകിലായിട്ടാണ് ലോകപ്രശസ്തമായിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്ന പാരഗൺ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. സമയം 3:30 കഴിഞ്ഞ് 4 അടുക്കുന്നു.
ഈ നിൽക്കുന്നത് കണ്ടില്ലേ, ഇത് പാരങ്ങലിൽ ബിരിയാണി കഴിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഏകദേശം 40 മുകളിൽ ആൾക്കാരുണ്ട് ഇവിടെ ഞങ്ങൾക്ക് മുമ്പേ ബിരിയാണി കഴിക്കാനായിട്ട്. ഇനി ഇവരെല്ലാം കഴിച്ചതിന് ശേഷമേ ഞങ്ങൾക്കും കഴിക്കാൻ പറ്റുള്ളൂ. അതിനാദ്യം നമ്മളിതേ ഇവിടെ ഒരു ആളുണ്ട്, അവിടെ ചെന്ന് നമ്മുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഓർഡറിനനുസരിച്ച് അവർ നമ്മളെ വിളിക്കും. അങ്ങനെ ഫൈനലി 1 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കും റെസ്റ്റോറൻറ്റിലേക്ക് അകത്തേക്ക് കയറാൻ പറ്റി. ഇനി ബിരിയാണിക്കുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബിരിയാണിയുടെ കാര്യം പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല, കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും കഴിക്കണം, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും കഴിക്കാത്തവരെല്ലാവരും വന്ന് ഇവിടെ വന്ന് കഴിക്കാൻ ശ്രമിക്കുക, അടിപൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആ ക്ഷീണത്തിൽ കടന്നൊരു 2-3 മണിക്കൂർ കടന്നതിന് ശേഷം ഫ്രഷായിട്ട് ഞങ്ങൾ മുട്ടായിത്തെരുവിലോട്ടുള്ള പോക്കാണ്. ഇവിടുന്ന് ഒരു 200-300 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മുട്ടായിത്തെരുവിലോട്ട്. അതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു. വൈകിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമല്ലോ, നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ മുട്ടായിത്തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. മഴയായിട്ടും അതൊന്നും വകവയ്ക്കാതെയാണ് ആൾക്കാർ ഇവിടെ വന്ന് ഇരിക്കുന്നതും ഈ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും മേടിക്കാനും കഴിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ കാര്യം സൺഡേ കൂടെ ആണ്, അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുവരാം. ഫറൂഖ് പാലത്തിന്റെ വീതി, പനമരത്തിന്റെ നീളമുള്ള ടോപ്പ്. കിട്ടിയില്ല. പലതുമല്ല, 80-70 രൂപ മുതൽ ഹൽവ ഉണ്ട് ഇവിടെ. ആണല്ലേ. കോഴിക്കോട് വന്നിട്ട് ഹൽവ മേടിക്കാതെ എങ്ങനെ പോകും? അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഫേമസ് ആയിട്ടുള്ള കടയാണ്. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഹൽവ മേടിക്കാൻ തീരുമാനിച്ചു. അതായത് മറ്റേ ബോക്സിനകത്തൊരു ഹൽവയുണ്ട്, അതായത് പല ഫ്ലേവർ എല്ലാം മിക്സ് ആക്കിയൊരു ബോക്സാണ് അത്. അതിന് 260 അവർ പറഞ്ഞത്. അതും പിന്നെ അല്ലാതെ നല്ലൊരു ഫ്ലേവർ നോക്കിയിട്ട് അതുകൂടെ ഞങ്ങൾ രണ്ടുപേരും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് ക്ഷീണിച്ച് അവസാനം ഇവിടെ കഫേ ഡയറി എന്ന് പറഞ്ഞൊരു ജ്യൂസ് ഷോപ്പുണ്ട്, അവിടെ വന്നിട്ട് ജ്യൂസ് കുടിക്കാൻ തീരുമാനിച്ചു. എന്നിട്ടാവാം ബാക്കി കാഴ്ചകൾ.
ജീൻസ് എടുക്കാനായിട്ട് ഒരു കടയിൽ കയറിയിരിക്കുകയാണ്. അവിടെ അത്യാവശ്യം നല്ല വിലക്കുറവാണ്, അത് വെച്ച് നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനം കിട്ടുകയും ചെയ്യും. അങ്ങനെ 150 രൂപയ്ക്ക് ടീഷർട്ട് കിട്ടുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഏതെടുത്താലും 150 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വരുള്ളൂ. അത്യാവശ്യം നല്ല സാധനം നോക്കി ഞങ്ങൾ എടുത്തു. അങ്ങനെ സമയം ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി. മഴ പെയ്യുന്നുണ്ട്. ഇനിയിപ്പം പോയി എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് പോയി കിടക്കണം. നല്ല ക്ഷീണമാണ്, യാത്ര അതുപോലെ ആയിരുന്നല്ലോ. അപ്പം കഴിക്കാനായിട്ട് ഞങ്ങൾ നമ്മുടെ KSRTC സ്റ്റാൻഡ് ഓപ്പോസിറ്റിലുള്ള ഒരു തട്ടുകടയിലാണ് വന്നിരിക്കുന്നത്. നല്ല ചൂട് ദോശയും ഡബിൾ 1 സൈഡ് ഓംപ്ലേറ്റും ഒക്കെ ഓർഡർ ചെയ്തിട്ട് കഴിച്ചു. ഇനി നേരെ റൂമിൽ പോകണം, കിടന്നുറങ്ങണം. കാരണം പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് തന്നെ റൂം വെക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഞായറാഴ്ച ആ സമയത്താണല്ലോ റൂം എടുത്തത്. അതുകൊണ്ട് രാവിലെ എഴുന്നേക്കണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് KSRTC സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലെ 8:30 മണിക്കാന്ന് തോന്നുന്നു ഒരു ബസ്സുണ്ട്, പത്തനാപുരം ബസ്സുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും.